എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ സോഷ്യൽ സയൻസിൽ 2023 ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഇപ്പോൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഓക്കെ. മെൻഷൻ ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. അപ്പോൾ നമ്മൾ എല്ലാവരും എന്തിനാണ് പഠിക്കണേ, പഠിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് ഒരു ഉത്തരമാണത്. നമ്മുടെ രാജ്യത്തിന് എഡ്യൂക്കേഷൻ കൊണ്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിന്റെ പോയിന്റ്സ് ഒന്ന് പറയാം. എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് ദ സ്കിൽസ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ സ്കിൽസ് കൂട്ടുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ടെക്നിക്കൽ കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന്റെ സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ എഡ്യൂക്കേഷൻ കൊണ്ട് സഹായിക്കും. അപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്താൽ അത് വെച്ച് നമുക്കൊരു ജോലി കണ്ടെത്താൻ പറ്റും. ഈ രണ്ടാമത്തെ പോയിന്റ് ഇംപ്രൂവ്സ് ദ ടെക്നോളജിക്കൽ നോഹോ. ഇപ്പൊ ടെക്നോളജി നമുക്ക് എല്ലാ മേഖലയിൽ നിന്നും ടെക്നോളജി ഉണ്ട്. അപ്പൊ അങ്ങനെ ടെക്നോളജി നോഹോ എന്ന് പറഞ്ഞ നോളജ് എന്നുള്ളൊരു അർത്ഥം തന്നെയാണ്. ഹൗ വി നീഡ് ടു അപ്ലൈ ദ നോളജ്. ഇംപ്രൂവ്സ് ദ ടെക്നോളജിക്കൽ നോഹോ. ആൻഡ് തേർഡ് ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. അപ്പോൾ നമുക്ക് നല്ലൊരു ജോബും ആ ജോബ് വഴി നല്ലൊരു ഇൻകം കിട്ടുവാനായിട്ട് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ കാര്യം ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്താനും എഡ്യൂക്കേഷൻ കൊണ്ട് കഴിയും. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഓർത്തിരിക്കാൻ. ഞാനൊരു ടെക്നിക്ക് വേണമെങ്കിൽ പറയാം. EIHI. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. EIHI എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് ദ സ്കിൽ ഓഫ് എഡ്യൂക്കേഷൻ. ഇംപ്രൂവ്സ് ടെക്നോളജിക്കൽ നോഹോ. മൂന്നാമത്തെ ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. 4 ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. അപ്പോൾ EHI എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് ദ സ്കിൽ ഓഫ് ഇൻഡിവിജ്വൽസ്, ഇംപ്രൂവ്സ് ദ ടെക്നോളജിക്കൽ നോഹോ, ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അങ്ങനെ നമുക്ക് കോഡ് വഴി പഠിക്കാം. അപ്പോൾ നമ്മൾ വരും വീഡിയോകളിൽ നമ്മൾ പരീക്ഷാ സമയത്ത് കൂടുതൽ ടെക്നിക്കുകളൊക്കെ പറഞ്ഞുതരാം. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് ലൈഫ് ഓഫ് എ പേഴ്സൺ ലീവ്സ്. ഇപ്പോൾ നമ്മളൊരു മനുഷ്യൻ ജീവിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ഇയേഴ്സിന് പറയുന്ന പേരാണ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ ഓരോ വ്യക്തികളിലും നമ്മൾ മെഡിക്കൽ സയൻസിലൂടെ നമ്മുടെ ലൈഫ് നമ്മുടെ ആയുസ്സൊക്കെ കൂട്ടാനായിട്ട് മെഡിക്കൽ സയൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ആൾ ജീവിക്കുമ്പോൾ എന്ത് വേണം? കൂടുതൽ ഇൻകവും കൂടുതൽ കാര്യങ്ങളൊക്കെ അതിനുള്ള പ്ലാനിങ് ഇപ്പോഴേ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് സോഷ്യൽ സയൻസിന്റെ ഈ ഭാഗം സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യം. ഇത് രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പഠിച്ചാൽ ഗുണം. പഠിച്ചാൽ എന്തും ഗുണം മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊരു നെല്ലിക്ക പോലെയാണെന്ന് അറിയില്ല. ആദ്യം പഠനം കഴിക്കും, പിന്നീട് അത് പ്രായമാകുന്നതോടെ മധുരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാനിങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, പഠിച്ചാൽ എന്തായാലും അതിൻ്റെ ഗുണം കിട്ടും. അത് നോളജ് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ നിങ്ങളുടെ നോളജ് ആ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ചെയ്ത് നിങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനൊക്കെ ഗുണം നൽകുവാനായിട്ട് പര്യാപ്തമാകുന്ന വിധത്തിൽ നിങ്ങളുടെ നോളജിനെ പരിചയപ്പെടുത്താൻ കഴിയട്ടെ. അതിന് നമ്മുടെ ഈ ചാനൽ സഹായകരമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സംതൃപ്തരാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.